അപ്പോൾ ചില ദിവസമെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഒരു മൂഡുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ആക്റ്റീവായിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മോർണിംഗ് ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കള നിൽക്കുകയാണ്. നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ലെമൺ സ്ക്യൂസ് ചെയ്ത വെള്ളമാണ്. ഇതിനകത്തേക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഇലക്ട്രോലൈറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ ഭയങ്കര എനർജി ആയിരിക്കും. എനിക്കിത് ഭയങ്കര നന്നായിട്ട് തോന്നി. എനിക്ക് ലോ പ്രഷറുണ്ട്, സോ അത് നല്ല രീതിയിൽ ഇപ്പോൾ ഓവർകം ചെയ്യാൻ ഈ ഒരു ടെക്നിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റേത് കുറച്ചൊന്ന് ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ കുറച്ച് നേരം ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴോ ഒക്കെ എനിക്ക് ഭയങ്കര ടയേർഡായി പോകുമായിരുന്നു. ഇപ്പം ഇങ്ങനെ ഒരു ടെക്നിക്കിൽ 2 കുപ്പി വെള്ളം ഞാൻ കുടിക്കും, അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഉപ്പിട്ട് കേട്ടോ. അപ്പോൾ റെഡിയായി നമ്മൾ ലിഫ്റ്റിൽ കയറി. നല്ല ചൂടാണ്, എൻ്റെ മുഖം നോക്കിയാൽ മതി, നന്നായിട്ട് ഞാൻ ഉഷ്ണിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഇത്രയും ഉഷ്ണിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇനി അവിടെ ചെന്ന് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് പറയണ്ടല്ലോ. ഇതാ നമ്മുടെ ഈ ഒരു ബിൽഡിങ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തായാലും എത്തിയല്ലോ. ഓരോ ദിവസവും നമ്മൾ വിചാരിക്കും അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് വേദന കുറയും. സത്യത്തിൽ അങ്ങനെ ഒരു ദിവസം വരുമെന്ന് എനിക്കിപ്പോൾ സംശയമാണ്. ഇന്നലെ വലിയ കുഴപ്പമില്ലായിരുന്നു കാല്. അപ്പോൾ പിന്നെ വീണ് കഴിഞ്ഞ ശേഷം പിന്നെ ഇന്ന് നടന്നപ്പോൾ മസിൽ ക്രാംസ്. ഞാൻ വിചാരിച്ചു ഇന്നത്തെ 3 ദിവസമൊക്കെ മസിൽ ക്രാംസ് വരത്തുള്ളൂ. പക്ഷെ നല്ല മസിൽ ക്രാംസ് ഉണ്ട്. നല്ല വേദന കേട്ടോ. നടക്കാൻ വയ്യ, നല്ല ചൂട്, ഭയങ്കര ചൂട്, സഹിക്കാൻ വയ്യ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ തിരക്ക് കുറവാണ്. കാരണം ചില കമ്പനീസിൽ ഇപ്പോഴും വെള്ളിയും വ്യാഴവും ഓഫ് തുടങ്ങി. വെള്ളി ശനി ഓഫാണ്, ചിലത് വെള്ളിയാഴ്ച ഓഫാണ്. അപ്പോൾ ഇന്ന് ഭയങ്കര തിരക്ക് കുറവാണ്. ഇന്നലെയൊക്കെ ഇവിടെ ഭയങ്കര ട്രാഫിക്കായിരുന്നു. ഇന്ന് തിരക്കൊക്കെ കുറവാണ്. ഞാൻ ഇന്ന് തൊട്ടിട്ട് വീഡിയോ ഇങ്ങനെ സംസാരിക്കുന്നത് ഈ മണ്ണ് വരുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇന്നലെ വീണ ഒരു തൊലിയൊക്കെ പോയി. പിന്നെ കാലയിലും കായലയിലേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ. ഇപ്പോൾ നോക്കിയപ്പോൾ കൈ മുറിഞ്ഞ് കിടക്കുന്നു. ഫൈനലി നമ്മൾ നമ്മുടെ ജിമ്മിൽ എത്തിയിട്ടുണ്ട്. എന്നോട് ഒത്തിരി പേര് ജിം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അൽനാദയിലുള്ള ഫ്ലോറിഡാസ് ജിമ്മാണ് കേട്ടോ. അപ്പം ഇവിടെ ഫീസും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാം. സിംഗിളായിട്ട് നമ്മൾ വരുവാണെങ്കിൽ 200 dirhams ആണ്. കപ്പിൾ പാക്കേജ് ആകുമ്പോൾ 300. ഞങ്ങൾ അതാണ് എടുത്തിരിക്കുന്നത്. ഹസ്ബൻഡുമായിട്ട് നല്ല വെയിൽ, നടക്കാൻ വയ്യ, അതുപോലെ വരുന്നത് പൊള്ളുന്നതെന്നൊക്കെ പറയത്തില്ലേ, ചുട്ടു പൊള്ളുന്ന വെയിലാണ് കേട്ടോ. സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ കറക്റ്റ് 2 മണിക്കൂറിന് കുറച്ച് മേലെ വർക്കൗട്ട് ചെയ്തു. കാരണം ഞാൻ 7 മണിക്ക് മുമ്പ് ചെന്നിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ 9 മണി കഴിഞ്ഞു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓൾമോസ്റ്റ് 2 മണിക്കൂറൊന്നും കൂട്ടാം കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് ഞാൻ ലൈഫിൽ ചെയ്തിട്ടില്ലാത്ത കുറേ വർക്കൗട്ടൊക്കെ ചെയ്തു. സർക്യൂട്ട് ട്രെയിനിങ് ആയിരുന്നു ഇന്ന്, അത് 1 hour. അതിനുശേഷം പിന്നെ മെഷീനറീസ് യൂസ് ചെയ്തു. കാർഡിയോയും റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാമതായിട്ട് നമുക്ക് വീട്ടിൽ നിൽക്കുമ്പം നമുക്ക് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിടക്കണം, ക്ഷീണം, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഈ ഒരു 1 വീക്കായിട്ട് ഞാൻ വർക്കൗട്ടിനൊക്കെ പോകുന്നതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്ന ശരിക്കും എൻ്റെ ഒരു ക്യാരക്ടർ തന്നെ മാറി. കാരണം ഞാൻ ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക് എല്ലാത്തിനോടും. കാരണം ഈ വണ്ണം കൂടുന്നതും പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരുമല്ലോ. ഫുൾ ടൈം കുഞ്ഞുങ്ങളുടെ പുറകിനൊക്കെ ആകുമ്പോൾ നമുക്ക് വേണ്ടി ഒരു സമയമില്ല. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് കൂടാതാണ് ഞാൻ 1/2 മണിക്കൂറാണ് 15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നടക്കുന്നത്. സോ അതും ഒരു എക്സസൈസാണ്. ഇപ്പോൾ ടോട്ടൽ ഒരു 2.5 മണിക്കൂർ ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡയറ്റ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ടല്ലോ. ഞാൻ ഒത്തിരി അങ്ങ് പട്ടിണി ഇരിക്കുകയൊന്നുമില്ല. എനിക്ക് വിശക്കുമ്പോൾ ഞാൻ കഴിക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസും ഒക്കെ. വെജിറ്റബിൾസിനേക്കാൾ കൂടുതൽ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത്. ചിലർ പറയും ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാലും വണ്ണം വെക്കുമെന്ന്. വിശക്കുമ്പോൾ കഴിക്കാമെന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് കൂടുതൽ പ്രോട്ടീനും ഫൈബറുമാണ് ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് പോകും തോറും എനിക്ക് എൻ്റെ വിശപ്പൊക്കെ കൺട്രോൾ ആവുന്ന അനുസരിച്ചിട്ട് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങോ അങ്ങനെയുള്ളതൊക്കെ ഇച്ചിരി സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാം. അല്ലാതെ ആദ്യം തന്നെ അത് ചെയ്തു തുടങ്ങിയപ്പോഴെനിക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അങ്ങനെ പറയാത്തത്. കാരണം ആഫ്റ്റർ ഡെലിവറി നമ്മുടെ ബോഡിയൊക്കെ ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. അങ്ങനെ ഇതാ നമ്മുടെ ബിൽഡിംഗ് ഓൾമോസ്റ്റ് എത്താറായി. ഇത് കാണുമ്പം ഒരു സന്തോഷമാണ്, മനസ്സിൽ വീടെത്തിയെന്ന്. അങ്ങനെ ലിഫ്റ്റിൽ കയറി ഇങ്ങനെ വീഡിയോ എടുക്കുമ്പം എന്തൊക്കെയോ അച്ചീവ് ചെയ്ത ഒരു തോന്നലാണ്. എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. വീട്ടിൽ വന്നു, ക്യാപ്പൊക്കെ തൂക്കിയിട്ടു, കീയും വെച്ചു. സമയം ഇപ്പോൾ 9:30 ആകാൻ പോകുന്നു. ഇന്ന് നന്നായിട്ട് ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ.
അപ്പോൾ രാത്രി ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് ഞാൻ കിടന്നപ്പോൾ 2:30 ആയായിരുന്നു. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, എല്ലാം നല്ലതിനല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് വന്നപ്പോഴേ കഴിച്ചു, കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇന്ന് എഗ്ഗ് ഞാൻ ഓംപ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 3 എഗ്ഗാണ് കേട്ടോ. 3 എഗ്ഗിൻ്റെ ഒരു ഓംപ്ലേറ്റും പിന്നെ ആൽമണ്ട്സ്, പിന്നെ ഒരു ബ്ലാക്ക് ടീ ആണ്. ഞാൻ ഗ്രീൻ ടീ അല്ല എടുക്കുന്നത്, ബ്ലാക്ക് ടീ ആണ് എടുക്കുന്നത് കേട്ടോ. കാരണം എനിക്കല്ല തലവേദന എടുക്കുന്നുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ചായ നിർത്തുമ്പോൾ. ഈ ഒരു പെയർ കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ 2 ഡേറ്റ്സ് കഴിച്ചു. അങ്ങനെ വിശന്നിരിക്കുന്നതേ ഇല്ല ഈ ഒരു ഡയറ്റ് കേട്ടോ. ഒരു ചപ്പാത്തിയും കുറച്ച് മീൻകറിയും എടുത്തിട്ടുണ്ടായിരുന്നു. മീൻകറി ഞാൻ 2 ദിവസത്തേക്കാണ് വെക്കുന്നത്. സോ കറികളൊക്കെ റെപ്പറ്റേഷൻ ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം ഒരു ജ്യൂസ് അടിച്ചു കുടിച്ചു. ഇന്ന് ഞാൻ എടുത്തേക്കുന്ന സെയിം മുസംബി ജ്യൂസാണ്. അതുകൊണ്ടാണ് വലിയ രീതിയിലൊരു ഡിസ്ക്രിപ്ഷൻ ഒന്നും പറയാത്തത്. വീഡിയോ റെഗുലറായിട്ട് കാണുന്നവർക്ക് അറിയാം, നമ്മുടെ മുസംബിക്കകത്ത് ഉപ്പിട്ട് വെള്ളവുമായിട്ട് അടിച്ചു കുടിക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. അതിനുശേഷം മാങ്ങ കട്ട് ചെയ്ത് കഴിച്ചു. ഒട്ടും തന്നെ മധുരമില്ലായിരുന്നു, എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടമില്ല. ഇത് എല്ലാവർക്കും കൂടെ കട്ട് ചെയ്തതാണ് കേട്ടോ, ഞാൻ ഒറ്റയ്ക്കല്ല ഇത്രയും കഴിച്ചത്. പിന്നെ ഞങ്ങൾ അജുമാനിൽ പോയി. ഈ ഒരു ഹോസ്പിറ്റൽ കാണുമ്പോൾ എനിക്ക് ജാനുവിനെയും ജീവനെയും പ്രഗ്നൻ്റ് ആയ സമയമൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഈ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിലാണ് നമ്മൾ ഡെലിവറിയൊക്കെ ചെയ്തത്. എന്തായാലും ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. സിറ്റി ലൈഫ് അൽത്തലയിലാണ് നമ്മൾ ഫൈനലി എത്തിപ്പെട്ടത്. അവിടെ നമ്മുടെ ഷീനിൻ്റെ ഒരു വലിയ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. 3 days സെയിലായിരുന്നു. ഏത് ഐറ്റംസിനും 10 ദിറംസ്. കണ്ടപ്പോഴത്തേക്ക് എനിക്കെന്താ പറയുക, സ്വർഗത്തിൽ എന്നെ കൊണ്ട് വിട്ട അവസ്ഥയായിരുന്നു. ഏതെടുക്കണം എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ലായിരുന്നു. എല്ലാ ഐറ്റംസിനും 10 ദിറംസ്. പിന്നെ ഈ ഒരു ഔട്ട്ലെറ്റിൻ്റെ എല്ലാ ഷോപ്പുകളിലും ഭയങ്കര ഓഫറുകളായിരുന്നു. ഇത് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഷോർട്ട് വീഡിയോ പോലെ ചെയ്തിട്ടുണ്ട്. എന്തായാലും കുറച്ച് സാധനമൊക്കെ ഷോപ്പ് ചെയ്തു. ഷൂവും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അടിപൊളി ഒരു ദിവസം.